then a large portion of this chapter biomolecule is enzyme. You know enzymes. Enzymes are biocatalysts. They are catalyzing the metabolic reactions, and enzymes are proteins. Then in these enzymes we have to know three focus area. First is the factors affecting enzyme action. Factors affecting enzyme action. Enzyme action means enzymatic reaction or catalytic power. Enzymes are affected by three factors. One is temperature. On increasing the temperature or decreasing the temperature, the enzyme action decreases. Remember it. ടെമ്പറേച്ചർ കൂട്ടിയാലും ടെമ്പറേച്ചർ കുറച്ചാലും എൻസൈമിൻ്റെ ആക്ഷൻ കുറയാണ് ചെയ്യുക. സോ എൻസൈംസ് ആർ വർക്കിംഗ് ഇൻ എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ എൻസൈം ഒരു നാരോ ടെമ്പറേച്ചർ റേഞ്ചിലാണ് ആക്റ്റീവ് ആവുക. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് enzyme action is highest is called optimum temperature. ഈ ടേം അറിഞ്ഞിരിക്കണം. ഓപ്റ്റിമം ടെമ്പറേച്ചർ. ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിൽ എൻസൈമിൻ്റെ ആക്ഷൻ ഹയസ്റ്റ് ആയിരിക്കും. ഇപ്പൊ എൻസൈമിന്റെ ആക്ഷൻ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ ആ ടെമ്പറേച്ചറിനാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. നമ്മുടെ ബോഡിയിലെ എൻസൈമുകളുടെയൊക്കെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. ആ ടെമ്പറേച്ചറിലാണ് നമ്മുടെ ബോഡിയിലെ എൻസൈമൊക്കെ മാക്സിമം വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള ടെമ്പറേച്ചറിനാണ് optimum temperature എന്ന് പറയും. The temperature at which the enzyme action is highest. When the temperature is decreased, the enzyme activity is temporarily stopped. ടെമ്പറേച്ചർ കുറച്ചാൽ എൻസൈമിൻ്റെ ആക്ഷൻ ടെമ്പററി ആയിട്ട് ഇല്ലാതാവും. അതുകൊണ്ടാണ് നമ്മൾ വസ്തുക്കൾ കേടുവരാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ പിന്നെ എൻസൈമിൻ്റെ ആക്ഷൻ നടക്കൂല. On increasing the temperature, the enzyme action permanently lost. Enzyme action നശിക്കും due to denaturation of the protein or enzyme. ടെമ്പറേച്ചർ കൂടിയാൽ എൻസൈമിൻ്റെ ടേർഷ്യറി സ്ട്രക്ചർ നഷ്ടപ്പെടും. ടേർഷ്യറി സ്ട്രക്ചർ നഷ്ടപ്പെടുന്നതിനാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുക. പിന്നെ ആ എൻസൈമിന് വർക്ക് ചെയ്യാനേ കഴിയൂല. എന്നാൽ സെക്കൻഡ് ഈസ് pH. The second factor affecting enzyme action is pH, and its action is like that of temperature. ടെമ്പറേച്ചറിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് pH-നും ഉണ്ടാവുക. എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഓൺ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദി pH, enzyme action decreases. pH കൂടിയാലും pH കുറഞ്ഞാലും എൻസൈമിന് അതിൻ്റെ ആക്ഷൻ നഷ്ടപ്പെടും. ഇവിടെയും ഒരു നാരോ റേഞ്ച് pH-ലെ എൻസൈം വർക്ക് ചെയ്യുള്ളൂ. ദി pH at which enzyme action is highest is called optimum pH. എന്താ ഓപ്റ്റിമം pH എന്ന് പറഞ്ഞാൽ? എന്താ? എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ആക്ഷൻ ഹയസ്റ്റ് റേഞ്ചിൽ എത്തുന്ന pH-നാണ് ഓപ്റ്റിമം pH എന്ന് പറയുക.
Thus, when we are plotting the effect of temperature on the enzyme action on a graph, we will get a graph like this. ടെമ്പറേച്ചറിൻ്റെയും പി എച്ചിൻ്റെയും ഇഫക്റ്റ് എൻസൈം ആക്ഷനെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ഒരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. ഇതിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പി എച്ച്, ഇവിടെ എൻസൈം ആക്ഷൻ. അപ്പോൾ ഇവിടെ പി എച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതിങ്ങനെ കൂടുമ്പോൾ അല്ലേ, പി എച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കൂടുക ചെയ്യുക, ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നതായി കാണിക്കണത്. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് എൻസൈം ആക്ഷനും ഇങ്ങനെ കൂടും. ഇപ്പൊ ഇവിടെ എത്തി, ഇതൊരു ടെമ്പറേച്ചർ. പിന്നെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടുകയാണ് അല്ലെങ്കിൽ പി എച്ച് കൂട്ടുകയാണ്. അങ്ങനെ വന്നപ്പോൾ എൻസൈം ആക്ഷൻ എന്തായത് കുറഞ്ഞിങ്ങനെ വന്നു, ഇങ്ങോട്ട് കുറഞ്ഞാ ചെയ്തത്. അപ്പൊ ഈ എൻസൈമിന്റെ ഓപ്റ്റിമം പി എച്ച് അല്ലെങ്കിൽ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എവിടെയാ? ഈ ചെറിയ നാരോ ആണ്. ഈ ഇടയിലാണ് ഈ എൻസൈം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, ഹയസ്റ്റ് എൻസൈം ആക്ടിവിറ്റി. ഈ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ ഈ പി എച്ചിനാണ് എന്ത് പറയുക? ഓപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമം പി എച്ച്. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കുക. അത് പി എച്ചിനും ടെമ്പറേച്ചറിനും ഒരേപോലെ. ക്ലിയർ? ദെൻ തേർഡ് ഫാക്ടർ അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ ഈസ് substrate concentration. Substrate concentration. The reagent present in an enzymatic reaction is called substrate. ഒരു എൻസൈമാറ്റിക് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയേജന്റിനാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയാം. ആ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനും എൻസൈമിന്റെ ആക്ഷനെ അഫക്റ്റ് ചെയ്യും. That is, when the substrate concentration is increasing, the enzyme action also increases. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മളിങ്ങനെ കൂട്ടിയാൽ എൻസൈമിന്റെ ആക്ഷനും കൂടും. ബട്ട് അപ് ടു എ പെർട്ടിക്കുലർ ലെവൽ. പക്ഷേ ഒരു പ്രത്യേക ലെവല് വരെ എൻസൈമിന്റെ ആക്ഷൻ കൂടുള്ളൂ. എനി ഫർദർ ഇൻക്രീസ് ഇൻ ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഡസ് നോട്ട് അഫക്റ്റ് ദി എൻസൈം ആക്ഷൻ. ആ ലെവലിന് ശേഷം പിന്നെ എത്ര സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാലും എൻസൈമിന്റെ ആക്ഷൻ പിന്നെ കൂടൂല, അവിടെ തന്നെ നിൽക്കും. ദിസ് ഈസ് ദി effect of substrate concentration. When we are representing it through the graph, that is on the x-axis substrate concentration and on the y-axis the velocity of reaction. Enzyme action നമുക്ക് velocity of reaction എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും കുറവായിരിക്കും. ഇനി സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും ഒരു പ്രത്യേക ലെവൽ വരെ. അതിനുശേഷം എത്ര സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും ഇതിങ്ങനെ തന്നെ നിൽക്കുള്ളൂ, പിന്നെ മേപ്പോട്ട് കൂടൂല, കുറയൂല്ല. ഇതാണ് ഇഫക്റ്റ് ഓഫ് substrate concentration. So the velocity become maximum at a particular concentration of substrate. Substrate concentration ഇവിടെ എത്തിയപ്പോൾ ഇതിന്റെ വെലോസിറ്റി മാക്സിമം, അതിന് ആ വെലോസിറ്റിക്ക് വി മാക്സ് എന്ന് പറയും. വി മാക്സ്, ദി മാക്സിമം വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ due to more concentration of substrate. Half of this Vmax, ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈ ഹാഫിനാണ്, ദാറ്റ് ഈസ് 1/Vmax. Half of the maximum velocity is due to a particular level of
substrate concentration, and this substrate concentration at which the velocity of enzymatic reaction become half is a constant and it is called Km value. Vmaxന്റെ ഹാഫിന് എത്ര സബ്സ്ട്രേറ്റ് വേണോ അതിനാണ് Km വാല്യൂ എന്ന് പറയുക. ആൻഡ് ദിസ് Km വാല്യൂ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് എൻസൈംസ്. അപ്പോൾ അതൊന്നും നമുക്ക് പഠിക്കാല്ല, നമുക്കതിൻ്റെ ഇഫക്റ്റ് മാത്രം പഠിക്കുക. എന്താണ് ഇഫക്റ്റ്? സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ ആക്ഷനും കൂടും, അല്ലെങ്കിൽ റിയാക്ഷൻ്റെ വെലോസിറ്റിയും കൂടും. പക്ഷേ ഒരു പ്രത്യേക ലെവൽ വരെ കൂടുള്ളൂ. അതിനുശേഷം എത്ര കോൺസെൻട്രേഷൻ കൂട്ടിയാലും വെലോസിറ്റി കൂടൂല. അതാണ് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് Vmax. This is because firstly the enzyme action increases or velocity of reaction increases due to the addition of more substrate molecule. ആ റിയാക്ഷൻ മീഡിയത്തിൽ കുറേ എൻസൈം മോളിക്യൂൾ ഉണ്ട്. പക്ഷെ ആദ്യം നമ്മൾ കുറച്ച് സബ്സ്ട്രേറ്റേ ആഡ് ചെയ്തോളൂ. അതുകൊണ്ട് ആ സബ്സ്ട്രേറ്റിനെയൊക്കെ പെട്ടെന്ന് പ്രോഡക്റ്റ് ആക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി. അങ്ങനെ കുറേ കൂട്ടിയപ്പോൾ അതിലുള്ള സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിൻ്റെയും അതുപോലെ എൻസൈം മോളിക്യൂൾസിൻ്റെയും എണ്ണം തുല്യമാവും. അപ്പം പിന്നെ കൂടുതൽ ആഡ് ചെയ്തിട്ട് കാര്യമല്ല. കാരണം എല്ലാ എൻസൈം മോളിക്യൂളും സാച്ചുറേറ്റഡ് ആയിട്ട് മാറി, അതിൻ്റെ സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് പിന്നെ ആഡ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാത്തത്. സോ ദീസ് ആർ ദി 3 factors affecting enzyme action: temperature, pH and substrate concentration. ഈ 3 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും മനസ്സിലാക്കി വെക്കുക. ആ ഗ്രാഫ് തന്നിട്ടായിരിക്കും ഇതിൽ ചോദ്യം ഉണ്ടാവുക. Then next is classification and nomenclature of enzyme. Enzymes are classified or grouped into basically 6. Enzymesനെ 6 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും വീണ്ടും കുറേ സബ് ഗ്രൂപ്പുകളും ഉണ്ടാവും. നമുക്ക് ആ ബേസിക് ഗ്രൂപ്പുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. They are grouped based on the reaction they catalyze. ഏത് ടൈപ്പ് റിയാക്ഷനെയാണോ അവ സ്പീഡപ്പ് ചെയ്യുന്നത്, കാറ്റലൈസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൂപ്പുകളാക്കി തിരിച്ചത്. ഫസ്റ്റ് വൺ ഈസ് oxidoreductases. The enzymes which catalyze oxidation reduction reactions are called oxidoreductases. റിയാക്ഷൻസിൽ കുറേ ഓക്സിഡേഷൻ റിയാക്ഷൻ ഉണ്ടാവും. ആ ഓക്സിഡേഷൻ നടക്കുമ്പോഴൊക്കെ അതിൽ തന്നെ വേറൊരു റിയേജന്റ് റിഡക്ഷനുമായിട്ട് മാറും. അങ്ങനെയുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകൾക്കാണ് ഓക്സിഡോറിഡക്റ്റൈസസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു എസ് റിയേജന്റ് റിയാക്ട് വിത്ത് എസ് ഡാഷ്, രണ്ടാമത്തെ റിയേജന്റ്, ഇതിനെ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യും. അതിൻ്റെ ഫലമായി ആദ്യത്തെ എസ് ഓക്സിഡൈസ്, ഇത് ആദ്യം എസ് ഓക്സിഡൈസ്ഡ് ആയിരുന്നു, ഇത് റെഡ്യൂസ്ഡ് ആയിരുന്നു. ഈ എൻസൈമിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് എസ് റെഡ്യൂസ്ഡും എസ് ഡാഷ് ഓക്സിഡൈസ്ഡും ആയിട്ട് മാറി. ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകൾക്കാണ് ഓക്സിഡോറിഡക്റ്റൈസസ് എന്ന് പറയുന്നത്. Simple. Then second is transferases. These are the enzymes which catalyze the reaction of transfer of a group from one substrate to another substrate. ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ വേറൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനാണ് ട്രാൻസ്ഫറൈസസ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് എസ് റിയേജൻ സബ്സ്ട്രേറ്റ് ആണ് എസ്, അതിന്മേൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ജി. ഇത്
വേറെ ഒരു സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ഷൻ നടന്നു. ആ സബ്സ്ട്രേറ്റ് ആണ് S'. ഈ റിയാക്ഷനെ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യും. എന്നിട്ട് എസിലെ ജിയെ S' മാറ്റും. അപ്പൊ എസിലുണ്ടായിരുന്ന ഗ്രൂപ്പിനെ S' മാറ്റിയ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം, അതിനാണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുക. തേർഡ് ഈസ് ഹൈഡ്രോളൈസസ്. These are the enzymes which catalyze hydrolysis. Hydrolysis of ester bonds, hydrolysis of ether bond, hydrolysis of carbon-carbon bonds, etc. Hydrolysis is breaking of covalent bonds by adding water molecule. Water molecules add ചെയ്ത് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുക. അങ്ങനെയുള്ള റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിന് ഹൈഡ്രോളൈസിസ് എന്ന് പറയും. Then fourth is lyases. These are the enzymes which remove the groups from the substrates by a process other than the hydrolysis, leaving double bonds. വെള്ളം ആഡ് ചെയ്യാതെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനാണ് ലയേസസ് എന്ന് പറയുക. അങ്ങനെ വാട്ടർ ആഡ് ചെയ്യാതെ ഒരു ഗ്രൂപ്പ് റിമൂവ് ചെയ്യുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഡബിൾ ബോണ്ടിന് കാരണമാവും ഈ റിയാക്ഷൻ. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനാണ് ലയേസസ് എന്ന് പറയുക. എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദി റിമൂവൽ ഓഫ് ഗ്രൂപ്സ് വിത്തൗട്ട് ഹൈഡ്രോളിസിസ്, ലിവിങ് ഡബിൾ ബോണ്ട്സ്. സോ ദിസ് ഈസ് ലയേസ്. Then fifth one is isomerizes. Isomerizes എന്തായിരിക്കും? These are the enzymes which catalyze isomerization reactions. The enzymes which catalyze the formation of optical isomers, geometrical isomers, etc. Isomerization reaction catalyze ചെയ്യുന്ന എൻസൈംസിന് isomerizes എന്ന് പറയും. And lastly ligases. Ligases. These are the enzymes which catalyze the formation of bonds. ബോണ്ടുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനാണ് ലിഗേസസ് എന്ന് പറയുക. രണ്ട് സബ്സ്ട്രേറ്റ്സിന്റെ ഇടയിൽ ബോണ്ടുകൾ ഉണ്ടാക്കുക. ആ ബോണ്ടുകൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനാണ് ലിഗേസസ് എന്ന് പറയുക. ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയോജിപ്പിക്കുക. കൂട്ടിയോജിപ്പിക്കുന്ന റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ലിഗേസസ്. സോ ദീസ് ആർ ദി 6 ക്ലാസസ് ഓഫ് എൻസൈംസ്. ഈ എൻസൈംസിൻ്റെ ഒക്കെ പേരിൻ്റെ അവസാനം എയ്സസ് എയ്സസ് 4. എൻസൈംസ് ആർ നെയ്മഡ് by suffixing ASE on the root word of the reaction they catalyze. ഇവ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസിന്റെ റൂട്ട് വേർഡിന്റെ അവസാനം ASE ACE എന്ന് ചേർത്തുകൊണ്ടാണ് ഇവർക്കൊക്കെ പേര് ഇട്ടത്. സോ ദിസ് ഈസ് ദി ഡിഫറെന്റ് ക്ലാസസ് ഓഫ് എൻസൈംസ്. Then the last part is cofactors. Cofactors. So you know enzymes are proteins, but there are many enzymes which possess both protein part and non-protein part. കുറെ എൻസൈമിന് പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും. The non-protein part of an enzyme is called cofactor.
ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ അല്ലാത്ത പാർട്ടിനാണ് കോഫാക്ടർ എന്ന് പറയുക. ആൻഡ് ദെൻ ദി പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് അപ്പോ എൻസൈം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ പാർട്ടിന് അപ്പോ എൻസൈം എന്ന് പറയും. മറന്നു പോകരുത്, ഒരു എൻസൈമിൽ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ പാർട്ടിന് അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിന് കോഫാക്ടേഴ്സ് എന്നും പറയും. There are 3 types of cofactors. 3 തരത്തിലുള്ള cofactors ഉണ്ട്. One is called prosthetic group. ഏതൊന്നാമത്തത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. 2 പ്രത്യേകതയാണ് ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പിനുള്ളത്. 1, this is an organic compound. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. And secondly, this is strongly or firmly attached with അപ്പോ എൻസൈം. ഇത് എപ്പോഴും അപ്പോ എൻസൈമുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ദി കോഫാക്ടർ വിച്ച് ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് always strongly attached with the apo enzyme, then it is called prosthetic group. ഒരു കോഫാക്ടർ ഓർഗാനിക് കോമ്പൗണ്ട് ആവുകയും അത് അപ്പോ എൻസൈമുമായിട്ട് എപ്പോഴും നന്നായി അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക. An example is heme. Heme in peroxidase enzyme. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബ്രേക്ക് ഡൗണിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പെറോക്സിഡേസ്. അതിലെ ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഹീം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഈസ് കോ എൻസൈം. ഏതാ രണ്ടാമത്തത്? കോ എൻസൈം. കോ എൻസൈംസ് ആർ ഓൾസോ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. And they attach with apo enzyme only during the time of reaction. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ഇത് അപ്പോ എൻസൈമുമായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. സോ ദി റിലേഷൻ ബിറ്റ്വീൻ ദി കോ എൻസൈം ആൻഡ് അപ്പോ എൻസൈം ഈസ് ട്രാൻസിഷണൽ. ഇവ തമ്മിലുള്ള അസോസിയേഷൻ ട്രാൻസിഷണല. ആ എൻസൈം കാറ്റലിക് റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രമേ കോ എൻസൈം അതിമ വന്ന് അറ്റാച്ച് ചെയ്യുള്ളൂ, അല്ലാത്ത സമയത്ത് അതിമെന്ന് റിലീസ് ചെയ്തു പോകും. എന്നാൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിലോ അപ്പോ എൻസൈം എപ്പോഴും അത് അറ്റാച്ച്ഡാണ്, വേർപ്പെടാൻ കഴിയൂല. ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം അറ്റാച്ച്ഡ് ആവും. അതാണ് കോ എൻസൈം എന്ന് പറയുന്നത്. ക്ലിയർ? An example is NAD, NADP, etc. Nicotinamide adenine dinucleotide, nicotinamide adenine dinucleotide phosphate, which contain the vitamin niacin. ഇതിലൊക്കെ niacin എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ടാവും. So there are many coenzymes in which vitamins are a part. ഒരുപാട് വൈറ്റമിൻസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അവ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുക എന്നതാണ്. സോ ഹിയർ വൺ കോഎൻസൈം can act as the coenzymes of many enzymes. ഒരു കോഎൻസൈമിന് ഒരുപാട് എൻസൈമുകളുടെ കോഎൻസൈമുകളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം അവർ ഫ്രീ ആണ്. എൻസൈം ആക്ഷൻ നടക്കുമ്പോൾ മാത്രമേ പോയിട്ട് അറ്റാച്ച്ഡ് ആയാൽ മതി. ഇതാണ് കോഎൻസൈം. ദെൻ തേർഡ് ഈസ് മെറ്റാലിക് അയോൺസ്. മെറ്റാലിക് അയോൺസ്, മെറ്റൽ അയോൺസ്. മെറ്റൽ അയോൺസും അപ്പോ എൻസൈമിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും.
like zinc. So these are about cofactors: prosthetic group, coenzyme, then metallic ion. അപ്പോൾ എന്താണ് കോഫാക്ടർ, എന്താണ് അപ്പോഎൻസൈം, എന്താണ് കോഎൻസൈം, എന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്നൊക്കെ അറിയാം. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. So this is about the different focus area present in the chapter biomolecules. Thank you.